അതിന്റെ ബാക്കി പത്രമെന്നോണം അല്പഭാഗവും കൂടെ ഇന്ന് സംസാരിക്കുകയാണ്. അടുക്കളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വന്നപ്പോൾ ഭോജന മര്യാദകളിലേക്ക് അനിവാര്യമായും നാം കടക്കേണ്ടി വന്നു. അടുക്കളയും ഗൃഹവും മുറ്റവുമെല്ലാം ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നാം ചർച്ച ചെയ്യുകയുണ്ടായി. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന സ്വഭാവങ്ങളെ നമ്മുടെ സഹോദരിമാർ ഇഷ്ടപ്പെടാറില്ല. അതാരും വെറുക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഗൃഹാന്തരീക്ഷം വൃത്തിയോടുകൂടെ സൂക്ഷിക്കാൻ ആവശ്യമായ ക്ലീനിങ് വസ്തുക്കൾ സുലഭമായി നമ്മുടെ ഉമ്മമാർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. വീട്ടിന്റെ ഉള്ളും പുറവും അടിച്ചുവാരി വൃത്തിയാക്കുകയും വേണ്ടി വന്നാൽ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നമ്മുടെ സഹോദരിമാർ വളരെ മുൻപന്തിയിലാണ്. പക്ഷേ എന്തുകൊണ്ടോ അതൊരു ആരാധനയുടെ പരിധിയിലേക്ക് എത്തിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. താൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശാനുസരണമുള്ള ഒരു പ്രവർത്തനമാണെന്നുള്ള കരുത്ത് പല ഉമ്മമാർക്കും ഉണ്ടാകാറില്ല. വീട്ടുകാരിക്ക് ചൂല് വാങ്ങിക്കൊടുക്കുമ്പോൾ, ക്ലീനിങ് വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ ഒരു വലിയ നിർദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുപോവുകയാണ് എന്ന് ഗൃഹനാഥനും ചിന്തിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ആരാധനയെ നീയത്തിന്റെ കുറവ് കൊണ്ട് നാം ഒരു സാധാരണ ഭൗതികമായ വിഷയമാക്കി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മഹാനായ ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വീടിന്റെ ഉള്ള് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പ്രത്യേകമായ ഒരു നിർദ്ദേശം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുബയ്യിത്തുൽ ഖുമാമാത്തി ഫീ ബുയൂതിക്കും ഫഇന്നഹാ മബീത്തുശ് ശൈത്താൻ. മഹാനായ ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ലാ തുബയ്യിത്തുൽ ഖുമാമാത്തി ഫീ ബുയൂതിക്കും, നിങ്ങളുടെ വീടുകളിൽ മാലിന്യങ്ങളെ നിങ്ങൾ രാപ്പാർപ്പിക്കരുത്. സായാഹ്നമാകുമ്പോഴേക്ക് വീടിന്റെ ഉള്ളു മുഴുവനും വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം മാലിന്യങ്ങളിൽ നിന്ന്. വീട്ടിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയാൽ കുമിഞ്ഞുകൂടാൻ സാധ്യതയുള്ള അവിടെയും ഇവിടെയുമെല്ലാം അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട കടലാസ് തുണ്ടുകളെപ്പോലെ, പച്ചക്കറി തൊലികളെപ്പോലെ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ ഖുമാമാത്ത് വീടുകളുടെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. എന്തുകൊണ്ട്? ഫഇന്നഹാ മബീത്തു ശൈത്താൻ, അത് പിശാചിന് താമസിക്കാനുള്ള ഇടമാണ് എന്ന് പറയുന്നത്. സ്വല്പം ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക, എന്റെ നേരമൊക്കെ ഇത് മതി, കുറച്ച് എന്റെ നേരെ മുഖത്തേക്ക് വരില്ലാന്ന്, ഫാന് മുഖത്തേക്ക് വരണ്ടാന്ന്. സഹോദരന്മാരെ, വീടിന്റെ ഉള്ളറ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത് എന്ന കരുത്തുണ്ടായാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടാവുന്ന വലിയ പ്രതിഫലങ്ങളെ ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം മാനിച്ചതിന്റെ, ഒരു ആരാധന നിർവഹിച്ചതിന്റെ പ്രതിഫലമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം സംസാരിച്ചപ്പോൾ
വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഞാനിവിടെ പരാമർശിക്കുകയുണ്ടായി. ഭക്ഷണത്തുകൊണ്ട് അതിനെ നക്കിത്തുടച്ചുകൊണ്ട് കൈകളിലും പ്ലേറ്റുകളിലും വളരെ അവിടെയും ഇവിടെയുമായി കാണുന്ന ഭക്ഷണത്തിന്റെ ചെറിയ അവശിഷ്ടങ്ങൾ പോലും ശരിക്കും തുടച്ചെടുത്ത് നക്കിയെടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടായിരിക്കണം, അതിന്റെ പിറകെയായിരിക്കണം പ്ലേറ്റും കൈയും കഴുകേണ്ടത്. ഈ രീതി നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കണം. ഇതൊരു ഉമ്മ ചെയ്യുന്ന അടുക്കളയിലുള്ള ഏറ്റവും വലിയൊരു ആരാധനയാണെന്നും അങ്ങനെ അടുക്കള ഒരു മദ്രസയാക്കി തീർക്കണമെന്നും ഒരു പാഠശാലയാക്കി തീർക്കണമെന്നുമെല്ലാം ഇന്നലെ നാം പറയുകയുണ്ടായി. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ വിളിച്ച് ചോദിച്ചു, വീട്ടിൽ ഭക്ഷണം എന്തായാലും ഉച്ഛിഷ്ടങ്ങൾ വരുമല്ലോ, മത്സ്യത്തിന്റെ മുള്ള്, അതുപോലെ മനുഷ്യന് തിന്നാൻ കഴിയാത്ത വസ്തുക്കൾ, ഇനി മാത്രമല്ല കേടായ ഭക്ഷണം ചിലപ്പോൾ ഉണ്ടായിപ്പോയാലോ, അതിപ്പോ മനുഷ്യന് തിന്നാൻ കഴിയില്ലല്ലോ, അത് നക്കിത്തുടക്കാൻ കഴിയില്ലല്ലോ. ഇതെല്ലാം ഇപ്പൊ എന്തു ചെയ്യും എന്ന് എന്റെ ഭാര്യ തന്നെ ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു. അവളും പ്രസംഗം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വീട്ടിലുള്ള ഭക്ഷണം എന്ന് മാത്രമല്ല, ചിലപ്പോൾ കഞ്ഞിവെള്ളം എന്ന് മാത്രമല്ല, വീട്ടിലുള്ള വേസ്റ്റ് വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കേണ്ടി വന്നാൽ അതിനെ നമുക്ക് കഴിക്കാൻ കഴിയാത്ത ഒരു അളവിലുള്ളതാണെങ്കിൽ അതിനെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം? വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ശൈലി പരമാവധി ജീവികൾക്ക്, മനുഷ്യേതര ജീവികൾക്ക് ഉപകാരപ്പെടുത്തുന്ന രൂപത്തിൽ അതിനെ ആക്കി തീർക്കണം. ഒന്നും പരമാവധി വെറുതെ കളയാതെ ശ്രമിക്കുക. വീട്ടിലെ ഭക്ഷണ ഉച്ഛിഷ്ടങ്ങൾ വെറുതെ കളയുന്നതിന് പകരം വല്ല ജീവികളുടെയും വയറ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന നമുക്ക്, അല്ലെങ്കിൽ കവലകളിൽ പോയി വല്ലതും കഴിക്കേണ്ടി വരുന്ന നമുക്ക് ചിലപ്പോൾ ഒരു നേന്ത്രപ്പഴം വാങ്ങി തിന്നേണ്ടി വന്നാൽ, ഒരു മൈസൂർ പഴം, അല്ലെങ്കിൽ ത്തിന്റെ ഉച്ഛിഷ്ടങ്ങള്, മുള്ളി, എല്ല് തുടങ്ങിയ സാധനങ്ങളൊക്കെ അത് കയ്യിൽ വെക്കണം. ഒരു പുഴ അടുത്ത് വരട്ടെ, ആ പുഴയിലേക്ക് നല്ല നീയത്ത് വെച്ച് ഇതിലുള്ള മത്സ്യങ്ങൾ തിന്നട്ടെ എന്ന് കരുതി നല്ല നിലക്ക് അതിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളിന്റെ തൊലി, കരിവേപ്പില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഏതെങ്കിലും ജീവികൾ കൊത്തി തിന്നോളും. നല്ല നീയത്ത് വെച്ച് വലിച്ചെറിഞ്ഞോ, നീ നിന്റെ നീയത്ത് നന്നായി വലിച്ചെറിഞ്ഞാൽ അത് ഒരു മത്സ്യവും തിന്നില്ലെങ്കിലും നിനക്ക് നിന്റെ നീയത്തനുസരിച്ച് പ്രതിഫലം കിട്ടും. ഈ കാര്യങ്ങളെല്ലാം നാം നമ്മുടെ ഈ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ നാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിന്റെ തുടക്ക സമയത്ത് ആ കാര്യങ്ങളെല്ലാം നാം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സഹോദരിമാരെ നാം തൂത്തുകളയുന്ന വെള്ളം വരെ വൃഥാവിലാക്കേണ്ടതില്ല. ജന്തുക്കൾക്കും പ്രാണികൾക്കും അത് കുടിക്കാനുള്ള പാകതയിലാണ് ഞാൻ ഒഴിച്ചു കളയുന്നത് എന്ന ഒരു പരുവത്തിൽ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് അതിനെ ഒഴിച്ചു കളയണം. നോക്കൂ, എത്ര ജീവികളുണ്ട്, ജന്തുജാലങ്ങളുണ്ട്. അവര് നാം ഒഴിവാക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ടാണ് അവർക്ക് അല്ലാഹു തആല ജീവൻ നിലനിർത്തുന്നത്. മണ്ണിന്റെ അടിയിൽ താമസിക്കുന്ന ഉറുമ്പുകളും ഇവിടെയുള്ള മണ്ണിരകൾ വരെ പല വസ്തുക്കളും മനുഷ്യന്മാർ തൂത്തുകളയുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത്. പക്ഷേ മനുഷ്യന് അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ കരുത്ത് വേണം. ഞാൻ ഈ ചെയ്യുന്നത് ഒരു ഉദാത്തമായ കർമ്മമാണ് എന്ന ചിന്ത വേണം. കാരണം നിങ്ങൾ ചിന്തിക്കണം, വെള്ളം എന്ന് പറയുന്ന സാധനം ഒരു ചില്ലറ വിഷയമല്ല. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ലൈസ സദഖത്തുൻ അഅ്ലമ അജ്റൻ മിൻ മാഇൻ. ലൈസ സദഖത്തുൻ, ഒരു ധർമ്മവുമില്ല, അഅ്ലമ മിൻ മാഇൻ, അജ്റൻ മിൻ മാഇൻ, വെള്ളത്തിനേക്കാൾ പ്രതിഫലം കടുത്തിട്ടുള്ള ഒരു കർമ്മം വേറെല്ല എന്നാ പറഞ്ഞത്. സ്വതക്കയുടെ കൂട്ടത്തിൽ കൂലി കടുത്ത, ഇത്രയും
പർവ്വത സമാനമായ കൂലി കിട്ടുന്ന ഒരു സ്വതക്ക വേറെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുക, വെള്ളത്തിന് അത്ര പവറുണ്ട് എന്നാണ്. വെള്ളം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് വെള്ളത്തിന്റെ വില മനസ്സിലായിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു കൂലി കടുപ്പമായിട്ടുള്ള ഒരു ധർമ്മമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാകും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത് ഫഅയ്യു സദഖതി അഫ്ളലു. നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഏത് സ്വതക്കയാണ് ഉമ്മാക്ക് ഏറ്റവും അഫ്ളലാവുക, ഏറ്റവും ശ്രേഷ്ഠമാവുക? സ്വഹാബത്തില് അന്നത്തെ കാലത്ത് സെലഫി സെന്റർ ഇല്ലാത്തത് കൊണ്ട് സ്വതക്ക കൂലി കിട്ടും, സ്വതക്ക കൊടുത്താൽ മയ്യത്തിന് ഫലം കിട്ടുമെന്നുള്ള സംശയമില്ല. ഏതാണ് ഏറ്റവും നല്ലത് എന്ന ചോദ്യം തന്നെ, മറ്റു ചർച്ചയില്ല. ഏത് കിതാബിലാ പറഞ്ഞത്, ഏത് ആയത്താണ്, ഏത് ഹദീസാണ്, ഈ ചോദ്യമൊന്നുമില്ല. അയ്യു സ്വതക്കത്തി അഫ്ളലു, ഏത് സ്വതക്കയാണ് ഏറ്റവും നല്ലത്? എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഏത് സ്വതക്കയാണ് നല്ലത്? അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാമാ സാ എന്നുള്ളത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തിരിയാത്തത് കൊണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മനസ്സിലാകാത്തത് കൊണ്ടാ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല, കാരണം നമുക്ക് അതിന് സമയമില്ല. ഇവരിങ്ങനെ ഓരോന്ന് തോന്നുന്നതിന് ഓരോ സമയത്ത് ഇങ്ങനെ പറഞ്ഞതിന് ഇങ്ങനെ മറുപടി പറഞ്ഞ് നടക്കുക, അതിന് സമയമില്ല ഇവിടെ. അങ്ങനെ എന്തെങ്കിലും നേരം കൊണ്ട് വരിക, എന്തെങ്കിലും പറഞ്ഞ് ആരും ചോദ്യങ്ങൾ ആവശ്യമുള്ളത് ചോദിക്കുക, വേണ്ടത്ര ഇൻഷാ അല്ലാഹ് കിതാബ് നേരിട്ട് എന്നെ കാണിച്ചു കൊടുക്കുക. എന്ത് വിഷയം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ മുത്താലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അവര് പറഞ്ഞു കൊടുത്തോളൂ. ഉസ്താമാർ ആവശ്യമില്ല. ഇതിനേക്കാളും വലിയ ബിദ്അത്തിന്റെ കക്ഷികള് പഴയ കാലത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ മർക്കസ് പഠിക്കുന്ന സമയത്ത് ചെറുഷോർ ഉസ്താദ് പറയാറുണ്ട്, ഇപ്പോഴത്തെ ബിദ്അത്തുകാര്, ഇപ്പോഴത്തെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അവര് എന്ത് വാദാണ് പറയണമെന്ന് പഠിച്ചു വെച്ചിട്ട് നമ്മൾ മറുപടി കണ്ടെത്തിയിട്ട് കാര്യമില്ല. കാരണം അവരിപ്പം അവസരവാദികളാണ്. ഓന്ത് നിറം മാറുന്ന പോലെ കുറച്ചു കഴിഞ്ഞാൽ നിറം മാറും, അവരുടെ വാദം വേറൊന്നാവും. അപ്പോ നമ്മൾ കിതാബിൽ കഴിവുണ്ടാക്കുക, അവരെന്ത് ചോദിച്ചാലും അതിന് അപ്പോൾ മറുപടി കൊടുക്കാനുള്ള പാകത കിതാബ് സംബന്ധമായി നമ്മുടെ കൈവശമുണ്ടാവുക. ഇതാണ് നമുക്ക് വേണ്ടത്. ചെറുഷോർ ഉസ്താദ് പറയാറുണ്ട്, വലിയ കാര്യമാണ്. ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓന്ത് നിറമാറുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അവരെ കുറിച്ച് പറഞ്ഞ് എന്റെ നാവ് കേടുവരുത്തുന്നില്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വര്യൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുന്നത്, ഏത് സ്വതക്കയാണ്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഏത് സ്വതക്കയാണ് അഫ്ളലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മാ, വെള്ളം. വെള്ളം കണ്ടോ, നബി തങ്ങൾ പറയുന്ന ശൈലി തന്നെ നോക്കണം. വെള്ളമാണ് ഏറ്റവും അഫ്ളലി. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഫഹഫറ ബിഇറൻ, ഒരു കിണർ കുഴിച്ചു. വഖാല ഹാദാ ലി ഉമ്മി സഅദ്, കിണർ കുഴിച്ചിട്ട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഉമ്മു സഅദ്, സഅദിന്റെ ഉമ്മാക്കുള്ള കിണറാണ്. മൊയ്തീൻ ശൈഖിന്റെ കോഴിയാണ് എന്ന് പറയുമ്പോ കളിയാക്കല്ലേ. മരിച്ചുപോയ ഉമ്മാന്റെ പേര് പറഞ്ഞത് സ്വഹാബി വര്യനാണ്. ഈ കിണർ ഉമ്മു സഅദ്, സഅദിന്റെ ഉമ്മായുടെ കിണറാണ്. മരിച്ചില്ല ഉസ്താദെ, ഇപ്പൊ മൊയ്തീശ് അല്ലാഹു തആല അങ്ങനെയുള്ള ദുർചിന്തകൾ നമ്മുടെ മനസ്സിനെ രക്ഷിക്കുമാറാകട്ടെ. ഹാദാലി ഉമ്മു സഅദ്, ഇത് സഅദിന്റെ ഉമ്മാക്കുള്ള കിണറാണ് എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. അബൂദർ റളിയല്ലാഹു, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, ഹാക്കിം റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു, ഇത് ബുഖാരി മുസ്ലിം ഇമാമിന്റെ ഷർത്തുകളൊത്ത പരമ്പരയിൽ ഇത് സ്വഹീഹായി വന്ന ഹദീസാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതെന്താ, ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മമാണ് വെള്ളം സംഭാവന ചെയ്യാന്നുള്ളത്. വെള്ളത്തിന് അത്ര പവർ. ഇത് ഒരു സംഭവം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിമാണ്. 1-2 കൊല്ലത്തെ ഖാദിമല്ല, നീണ്ട 10 വർഷക്കാലത്തെ ഖാദിമാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുന്നത്, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി തൂഫിയത്ത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. വലം തൂസി, എന്റെ ഉമ്മ ഒരു വസിയത്തും പറഞ്ഞിട്ടില്ല. അഫയംഫഉഹാ അൻ അതസദ്ദഖ അൻഹാ. ഇനി
അങ്ങനെ വല്ല സംശയം പിൽക്കാലത്ത് ഉണ്ടാകണ്ടെന്നുള്ള ബഹുമാനപ്പെട്ടവർ അങ്ങനെ തന്നെ ചോദിച്ചു, ഞാൻ ഉമ്മാനെ തൊട്ട് ധർമ്മം കൊടുത്താൽ ഉമ്മാക്കത് ഫലം ചെയ്യുമോ? കാല നബി തങ്ങൾ പറഞ്ഞു, നഅം, അതേ ഫലം ചെയ്യും. വഅലൈക ബിൽമാ, നീ വെള്ളം കൊടുത്തോളൂ, വെള്ളം നീ ധർമ്മമായി സ്വീകരിച്ചോ. വെള്ളമാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്, വെള്ളത്തിന്റെ ബഹുമാനമാണ്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. വെള്ളം അങ്ങനെയാണ്. കാരണം എന്താണെന്നറിയോ? ഒരു കിണർ കുഴിച്ചാൽ അതിലുള്ള വെള്ളം എത്ര തുള്ളിയാണ് വെള്ളം, ഓരോ തുള്ളിക്കും ഓരോ തുള്ളിയും ആ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ തുള്ളികളെല്ലാം ഓരോ ധർമ്മമായി മാറുകയാണ്. എത്ര തുള്ളി വെള്ളം കുടിക്കുന്നുണ്ടോ, എത്ര തുള്ളി വെള്ളമാണോ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് പ്രതിഫലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ബക്കറ്റിൽ തന്നെ നമ്മൾ എടുത്താൽ എത്ര തുള്ളി വെള്ളം ഉണ്ടാകും, എത്ര തുള്ളി വെള്ളം ഉണ്ടാകും? ആ വെള്ളം മുഴുവനും ധർമ്മം ചെയ്തതിന്റെ കൂലിയാണ്. ഓരോ തുള്ളിയും ഒരു കിണർ കുഴിച്ചാൽ ആ കിണറിന്റെ വെള്ളം എത്ര കാലം ഇത്ര തുള്ളികൾ ധർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമോ അതിൽ ചുകൾ മറുപടിയിരിക്കുകയാണ്. ഇത് അറിയുന്ന മനുഷ്യന്മാര്, ഈ വെള്ളത്തിന്റെ ഫലം അറിയുന്ന മനുഷ്യന്മാര് കിണറ് സംഭാവന ചെയ്യാൻ വാശി കൂട്ടും. അറിയാത്തവര്, ട്രിക്ക് അറിയാത്തവരാണ് ഇതിന് മെനക്കെടാത്തത്. ചില്ലറ ചെലവ് കൊണ്ട് ചിലപ്പോൾ കിണറുണ്ടാക്കാൻ പറ്റും, വലിയ കൂലി കിട്ടും ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ എന്റെ വീട്ടിൽ തന്നെ കിണർ കുഴിക്കാൻ എന്റെ ജ്യേഷ്ഠൻ സമ്മതിച്ചില്ല. ജ്യേഷ്ഠൻ പറ എന്റെ വകാണ് കിണർ. ജ്യേഷ്ഠനോട് നീയത്തിന്റെ കാര്യക്കാരെ പറഞ്ഞു കൊടുത്തപ്പോ കിണറിനുള്ളൊരു ചാൻസ് വന്നപ്പോ നമ്മളെ വീട്ടിൽ സെപ്പറേറ്റ് കിണർ വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോ എനിക്ക് അതിൽ കാശ് ചെലവാക്കാൻ സമ്മതിച്ചില്ല. ജ്യേഷ്ഠൻ മുഴുവൻ ഏറ്റെടുത്തു. അത് ഇന്റെ വക കിണർ. എന്താ കാരണം? കിണറിന്റെ ബഹുമാനം എത്ര എന്നറിഞ്ഞപ്പോൾ, ഒരു കിണർ മുഖേന ഒരു മനുഷ്യന് എത്ര നേടാൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ വന്നപ്പോൾ അതിനുവേണ്ടി വാശി പിടിക്കുകയാണ്. നമുക്കിത് അറിയാത്തത് കൊണ്ടാണ്. സഹോദരന്മാരെ, ഈ പറഞ്ഞതിനർത്ഥം മനുഷ്യന്മാർക്ക് എന്ന് മാത്രമല്ല, ഒരു കിണർ കുഴിക്കുമ്പോ മനുഷ്യന്മാർക്ക് എന്ന് മാത്രം നീയത്തിച്ച് കുഴിക്കണ്ട. ഞാനിപ്പം പറയുന്നത് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോയി ഒഴിക്കേണ്ടി വന്നാൽ ആ നാം ഒഴിക്കുന്ന സ്ഥലത്ത് മണ്ണിന്റെ അടിയിൽ താമസിക്കുന്ന ഒട്ടേറെ ചെറിയ ചെറിയ ജന്തുജാലങ്ങൾ ഉണ്ടാകാം. ആ ജന്തുജാലങ്ങൾക്ക് വിഷമമാകാത്തതും എന്നാൽ അവകൾക്ക് ഉപകാരപ്പെടുന്നതുമായ ഒരു സ്വതക്കയാണ് ഞാൻ ചെയ്യുന്നത് എന്ന നിയ്യത്തോടുകൂടെ വെള്ളം ഒഴിച്ചു നോക്കൂ. ആ വെള്ളം ഉപയോഗിക്കുന്ന ജന്തു എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണർ കുഴിക്കുന്നതിനും പിശുക്ക് കാണിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞ ക്ലാസ് കൂടെ ചേർത്ത് വായിക്കണം. മറ്റൊക്കെ കുടിക്കുന്നവര് മാത്രമല്ല, സ്വന്തം വീട്ടിൽ ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ 50,000 1 ലക്ഷം ചെലവഴിച്ചുകൊണ്ട് തന്റെ സ്വന്തം വീട്ടിൽ ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ പോലും ആ കിണറുകുന്ന അയ്യത്ത് വെച്ചുകൊള്ളണം, പഠിച്ചവനെ ഞാൻ ഒരു കിണർ കുഴിക്കുന്നു, ഈ കിണറിന്റെ ഉപകാരം, ഇതിന്റെ ഉപയോഗം എന്റെ കുടുംബത്തിന് ഉണ്ടാകണം, എന്റെ അയൽവാസികൾക്കുണ്ടാകണം എന്നത്ര ഞാൻ വായിക്കാം. ആ ഹദീസ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ആർക്കെല്ലാമാണ് നബി തങ്ങൾ പറയുന്നത്? അവരെയെല്ലാം കരുതിക്കൊണ്ടാണ് കിണർ കുഴിക്കേണ്ടത്. അങ്ങനെ കൊണ്ടുപോയാൽ തീർച്ചയായും നാം ഭാഷായും പക്ഷെ കിണറുകുന്ന സമയത്ത് പലരുടെ മനസ്സിലുള്ള ആരണകൾ വരുന്ന കാര്യവും സംശയമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഹഫറമാ ലശ്റഹുൻ ജിൻ വലാ ഇൻസിൻ വലാ ത്വാഇൻ അജറഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ, ഒരു വെള്ളം കുഴിച്ചാൽ അതിനൊരു തന്നെ ആയിക്കൊള്ളണമെന്നില്ല. വേറെ ഹദീസാണ്, വെള്ളം പോകാനുള്ള
ജീവനുള്ള ഒരു കരളുള്ള ജീവിയും അതിൽ നിന്ന് കുടിക്കത്തില്ല. മിൻ ജിന്നിൻ, ജിന്നോ, വലാ ഇൻസിൻ, മനുഷ്യനോ, വലാ ത്വാഇരിൻ, പറവയോ പക്ഷിയോ ഒന്നും അതിൽ നിന്ന് കുടിക്കുകയില്ല. ഇല്ലാ ആജറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ കുടിച്ച മനുഷ്യന് അല്ലാഹു തആല പ്രതിഫലം കൊടുത്തിട്ടല്ലാതെ. കണ്ടോ എന്താ പറഞ്ഞത്? നമ്മുടെ സ്വന്തം വീട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു കിണർ കുടിക്കുകയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറിന്റെ വെള്ളം ഏതെല്ലാം വഴികളിൽ ഉപയോഗിക്കപ്പെടുന്നു, ഇസ്ലാമികമായി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞോ, അതിനെയെല്ലാം കരുതിക്കൊണ്ട് നാം കിണർ കുഴിച്ചാൽ നാം വല്ലാത്ത ഭാഗ്യശാലികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടെ നിന്ന് ഒരു ജിന്നൽ വെള്ളം കുടിക്കുന്നു, മനസ്സിലായല്ലോ. മനുഷ്യൻ, അത് പിന്നെ നമുക്ക് അനുഭവമാണല്ലോ. വലാ ത്വായിൻ, പക്ഷിയും പക്ഷികളും ജന്തുക്കളും ഏത് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ ഖിയാമത്ത് നാളിൽ ഇയാൾക്ക് കൂലി കിട്ടിയിട്ടല്ലാതെ ഇല്ല. കണ്ടോ എത്ര വലിയ ഭാഗ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുന്നത്. എന്തൊരു വലിയ കാര്യമാണ്. നമ്മൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ കബറിൽ പോയി മലർന്ന് വിഷണ്ണരായി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനുള്ള അറിവ് മാത്രമേ നമ്മുടെ കൈവശം ആവശ്യമുള്ളൂ. ഒരു അറിവ് നമ്മുടെ കൈവശം ഉണ്ടായാൽ മതി. കിണർ വയ്ക്കാത്തവരാരുണ്ടായ? ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ഇതിൽ ഇപ്പൊ എത്ര ആളുടെ 160 264 ആൾക്കാർ, ഒരു 100 കിണറെങ്കിലും ഉണ്ടാവൂലേ? ഉണ്ടാവും, ഇതായിരിക്കൂല. ഇത്രയും കിണറുകൾ കുഴിച്ച ആളുകൾ കബറിൽ വെറുതെ പോയി കിടക്കേണ്ട ആവശ്യമില്ല. അവർക്കെല്ലാം എത്രയോ വലിയ ഫലമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജാരിയായ സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം നിങ്ങൾ നോക്കി, നിങ്ങൾ ഒരു ഹദീസിൽ കാണാം, സബഉൻ തജ്രീലിൽ അബ്ദി ബഅദ മൗതിഹി, 7 കാര്യങ്ങൾ ഒരു മനുഷ്യന് ജാരിയായി നിലകൊള്ളും, മരണത്തിന് ശേഷവും ഡിസ്കണക്ട് ആകാതെ നിലകൊള്ളും. 7 കാര്യങ്ങൾ മരിച്ചതിന് ശേഷവും ഡിസ്കണക്ട് ആകാതെ മനുഷ്യന് നിലനിൽക്കുന്ന 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നാ നിങ്ങളല്ലോ ഉസ്താദെ 3 കാര്യങ്ങൾ എന്ന് വേറെ ഹദീസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. 3 കാര്യവും അത് വിസ്തരിച്ചാൽ 7ഉം 8ഉം 10 ഒക്കെ ആവും. അത് ഷോർട്ടായി പറഞ്ഞതാണ്. ജാരിയായ സ്വതക്ക എന്നതിലെന്ന് പറഞ്ഞില്ലേ, ആ ജാരിയായ സ്വതക്കയെ വിപുലീകരിച്ചാൽ അതിൽ കിണർ പെടും, അതിൽ പള്ളി പെടും, അതിൽ തോട്ടം പെടും, പലതും പെടും. ആ ജാരിയായ സ്വതക്കനെ വിശദീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സബഉൻ തജ്രീലിൽ അബ്ദി ബഅദ മൗതി, 7 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ മരണശേഷം ആ അടിമക്ക് ജാരിയായി ഡിസ്കണക്ട് ആകാതെ നിലനിന്നുകൊണ്ടിരിക്കും. വഹുവ ഫീ ഖബരി, അവനാണെങ്കിലോ അവന്റെ ഖബറിലാണ്. ആ സമയത്തും ഇതിങ്ങനെ കണ്ണിമുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. ഓ, എന്തൊരു വലിയ ഭാഗ്യാണ് സഹോദരന്മാരെ, എത്ര വലിയൊരു ഭാഗ്യാണ്. ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ലുള്ളൂ. നോക്കി നിങ്ങൾ, ഞാനതൊന്ന് എണ്ണാം. മൻ അല്ലമ ഇൽമൻ, ഒരു ഇൽമിനെ ഒരാളെ പഠിപ്പിച്ചു കൊടുത്തു, സുഖമായി കിടന്നോടെ ഖബറില്. നീയത്തൊന്നാണോ? വലിയ പ്രമാണിയാണ്, വലിയ ആലിമാണെന്ന് തിരിയാനല്ല. ജനങ്ങൾക്ക് ഉപകാരപ്പെടണം ഒരു ഇൽമ്, എന്നിട്ട് അത് ജനങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ ഖബറിൽ പോയി ഞാനിങ്ങനെ കിടക്കുന്ന സമയത്തായിരിക്കും എന്നെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വന്ന് ദണ്ഡുമായി വരുന്ന സമയത്തായിരിക്കും ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഇൽമിന്റെ പേരിൽ ഒരാള് ഒരു തെഹ്ലീൽ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഒരാൾ ഒരു വുദു ശ്രദ്ധിച്ച് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത്. എങ്കിൽ എന്നെ ആ മലക്ക് ദണ്ഡ് കൊണ്ട് അടിക്കുമോ? ഉണ്ടാകില്ലെന്നാണ് അള്ളാഹുവിന്റെ കറമ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ? എന്റെ ഇൽമ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകൾ, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അറിവ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ആവശ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഖബറിൽ ശുഭാപ്തി വിശ്വാസമാണ്. നല്ലപോലെ കിടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ, ശുഭപ്രതീക്ഷയാണ്. അത് പ്രവർത്തിക്കണം. അത് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, റഹിമല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവആഹ ഫഅദ്ദാഹ കമാ സമിഅ. ഒരു മനുഷ്യൻ അല്ലാഹു തആല കരുണ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യട്ടെ. ഏതാണ് ആ മനുഷ്യൻ? എന്റെ മെസ്സേജ്, എന്റെ സന്ദേശം അയാൾ കേട്ടു. അത് ഒരു വലിയ ആലിമൈക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പറയുന്ന ഒരു ഹദീസ്,
അത് കേട്ട് ശരിക്ക് കേട്ട് അത് ശരിക്ക് സൂക്ഷിക്കണം. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഇല്ലാത്ത കൂട്ടിച്ചേർക്കാൻ പാടില്ല. എന്നിട്ട് അത്താഹാക്കമാസമിയ കേട്ടതുപോലെ മറ്റൊരാൾക്ക് വിതരണം ചെയ്തു. ഇവന് അല്ലാഹു തആല കരുണ ചെയ്യട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് ഖബറിൽ അത് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു നദിയെ കീറി നടത്തിക്കൊടുത്തു. എവിടെയോ ഒരു സ്ഥലത്ത് വെള്ളം എത്തി നിൽക്കുന്നുണ്ട്, കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു ചാല ചീന്തിക്കൊടുത്താൽ